ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പന്തം കൊളുത്തി പ്രകടനം നടക്കുന്നുണ്ട്. DCC പരിസരത്താണ് ഈ പ്രകടനം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, കെ സുധാകരനെ കണ്ണൂർ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം അനുകൂലികൾ ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. 20-ലധികം പ്രവർത്തകരാണ് ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഈ പന്തം കൊളുത്തി കെ സുധാകരനെ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുന്നത്. നമുക്ക് ചേട്ടൻ എവിടുന്നാ വരുന്നത്? കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ എവിടെയാ വരുന്നത്? എവിടുന്നാ വരുന്നത്? കണ്ണൂരിന്റെ നേതാവ്, നമ്മുടെ ഓമന നേതാവ്, നമ്മുടെ ഓമന നേതാവ്. കണ്ണൂരിന് എവിടുന്നാ വരുന്നത്? കണ്ണൂർ കെ സുധാകരന് സീറ്റ് ഇല്ലെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. ഇല്ല, ഇതുവരെ സീറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. കെ സുധാകരന് സീറ്റ് നിഷേധിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം കണ്ണൂരിന്റെ മണ്ഡലത്തിൽ കെ സുധാകരൻ എന്ന നേതാവിനെ ഒഴിച്ചിട്ട് വേറെ നേതാവിന് കടന്നു വരാൻ സാധ്യമാകില്ല. ഒരിക്കലുമില്ല, സീറ്റ് നിഷേധിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ 100% ഉറപ്പ്. സീറ്റ് ഇല്ലെന്നുള്ളൊരു സൂചനകളൊക്കെയാണ് അവിടുന്ന് വരുന്നത്. ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. MP-മാർ മത്സരിക്കേണ്ടതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അത് കെ സുധാകരനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് പാർട്ടിന്റെ അകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അതോ അത് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് നിൽക്കും. എന്തായാലും ഈ പാർട്ടി കെ സുധാകരൻ അനുകൂലികളാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ DCC ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കെ സുധാകരന് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ അവസാന നിമിഷവും വച്ച് പുലർത്തുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. എന്നാൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ. ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വന്നിരുന്നു. അവിടെ വഞ്ചന കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്, വളർത്തിയ ആളുകളെ ഉപേക്ഷിക്കരുത് തുടങ്ങിയ വാചകങ്ങൾ എഴുതിക്കൊണ്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ പേരാവൂരിലടക്കം വന്നിരുന്നു. മാത്രമല്ല ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഡിയോ സന്ദേശവും വന്നിരുന്നു. മത്സരിപ്പിച്ചില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന ചില ബൂത്ത് പ്രസിഡന്റുമാരുടെ ഓഡിയോ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം. ഏതായാലും കെ സുധാകരനായി ഇപ്പോൾ അനുകൂലികളുടെ പ്രകടനം. കണ്ണൂരിൽ പന്തം കൊളുത്തി പ്രകടനം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.